ഹലോ, ഞാൻ Anishma Sudheesh. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഈദ് മുബാറക്. ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലപ്പുറം ബിരിയാണിയാണ് എൻ്റെ സ്റ്റൈലിൽ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിനി അരി കഴുകി റെഡിയാക്കാം. അപ്പോൾ നമ്മൾ 5 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. 5 ഗ്ലാസ് അരി ഏകദേശം 1 കിലോ ഉണ്ടാവും. അത് നമുക്ക് 8 പേർക്കൊക്കെ കഴിക്കാവുന്നതുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് അരി നല്ല വൃത്തിയായി കഴുകിയിട്ട് നമുക്ക് നല്ല വെള്ളം പാർന്ന് കുതിരാൻ വയ്ക്കാം അരമണിക്കൂർ. അരി വേവിക്കാനുള്ള വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് പട്ട, 4 ഗ്രാമ്പൂ, ബേ ലീഫ്, ഏലക്കായ, പിന്നെ നമുക്ക് വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. അതായത് കുറച്ച് വെള്ളത്തിൽ നിന്ന് മുന്നിട്ട് നിൽക്കണം ഉപ്പ്, കാരണം നമുക്ക് ചോറിലേക്ക് ആ ഉപ്പ് പിടിക്കാനുള്ളതാണ്. പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ നീരാണ് ഒഴിക്കുന്നത്. അതായത് ചോറ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നാരങ്ങ നീരിറ്റിക്കുന്നത്. ഇനി 1/2 സ്പൂണ് നമ്മൾ നെയ്യാണ് ആഡ് ചെയ്യുന്നത്. അത് റൈസിനൊക്കെ നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമുക്ക് കുതിർത്ത് വെച്ച റൈസ് ചേർക്കാം. ഈ സമയം നല്ല വെള്ളം നല്ലതായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. തിളച്ചിട്ട് വേണം നമ്മൾ റൈസ് ചേർക്കാൻ. എൻ്റെ ഇടയിൽ സൗണ്ട് കേൾക്കുന്നുണ്ടോ? അപ്പോൾ അമ്മയും അമ്മച്ചിയുടെ മോനെ കളിപ്പിക്കുക കേട്ടോ, ഡിസ്റ്റർബായിട്ടൊന്നും തോന്നരുത്. അപ്പോൾ നമുക്ക് അരിക്കരി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് പാകമാണോന്ന് നോക്കാം കേട്ടോ. നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ട ഐറ്റംസ് നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അത് നമുക്ക് പേസ്റ്റാക്കി തരാം. അതായത് നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് തക്കാളി, ഉള്ളി, മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില. നമ്മൾ ഏകദേശം ഒരു 5 ഉള്ളി എടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ, ഒരു 4 തക്കാളി. ചോറ് വെന്തോ നോക്കട്ടെ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചോറ് ഒന്നും കൂടി ആവാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നമ്മൾ പേസ്റ്റാക്കി വെച്ചിരുന്ന ഒരു 1/4 സ്പൂണ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ചട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം ചോറിന് നല്ല ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് പുതിന ഇലയും മല്ലിച്ചപ്പും ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് ഇളക്കി കൊടുത്തിട്ട് മൂടി വയ്ക്കാം. ഇപ്പം ഏകദേശം ചോറ് വെന്തിട്ടുണ്ടായിരിക്കും, നമുക്ക് നോക്കാം. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്, നമുക്കിനി ഇറക്കി വയ്ക്കാം. ഇനി ഇറക്കി വെച്ചിട്ട് നമുക്ക് അരി ഊറ്റിയെടുക്കാം. അപ്പം നമ്മൾ റൈസ് ഊറ്റിയെടുക്കുകയാണ്. അമ്മമ്മ കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് അരി ഊറ്റുന്നത്. ഞാൻ എപ്പോഴും ബിരിയാണിക്കുള്ളത് ചോറായിട്ട് വെച്ചിട്ട് ഊറ്റിയെടുക്കാറുള്ളത്. ചിലവർ നെയ്ച്ചോറായിട്ട് വെക്കാറുണ്ട്. എനിക്കിതാണ് സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുപ്പ് നന്നായിട്ട് കത്തിക്കാം. എന്നിട്ട് നമുക്ക് മസാലയ്ക്കുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം. പാത്രം ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്കതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഏകദേശം ഞാനൊരു 4 സ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ഞാൻ എപ്പോഴും ഓയിലും നെയ്യും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതും ഓയിൽ മാത്രമാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം
നെയ്യ് ഞാൻ ഇപ്പോൾ ഏകദേശം 2 സ്പൂണ് ഒഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡാൽഡ വീട്ടിലുള്ളതുകൊണ്ട് അതും ഒരു 2 സ്പൂണ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഉരുക്കിയെടുക്കുകയാണ് നടുവിലേക്ക് വന്നിട്ട്. കുറച്ച് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ദം ചെയ്യുമ്പോഴേ റൈസിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതായിട്ട് നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കുന്നത്. അതിനാണ് നമ്മൾ അത്ര തോനെ ഓയിലും നെയ്യും ഒഴിച്ചിട്ടുള്ളത്. തോനെയൊന്നുമല്ല, നമുക്ക് പാകത്തിനുള്ളത് തന്നെ ഉള്ളൂ. ഇനി നമുക്ക് ഉള്ളി വറുത്തെടുക്കാം. അതായത് നമുക്ക് ചോറിലേക്ക് ഇടാനുള്ള ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളി പൊരിക്കൂലേ, അത് ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഗോൾഡൻ കളറായി വരണം കേട്ടോ. അതുവരെ ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നിലത്ത് കൊടുക്കാം. കരിയരുത് കേട്ടോ, കരിഞ്ഞിട്ടാണെങ്കിൽ ടേസ്റ്റ് പോവും, ഒരു കൈപ്പരസം വരും. അപ്പോൾ പൊരിച്ച ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് വയ്ക്കാം. ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്, കരിയാൻ പാടില്ല, കരിക്കണ കൈപ്പരസ് വരും. ഞാൻ ആദ്യം പറഞ്ഞതാണല്ലോ, ആ നടുവിൽ ആ ചൂട് അധികം വന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്കുള്ള ഉള്ളി വഴറ്റാം. നമ്മൾ ഏകദേശം ഇപ്പോൾ 5 ഉള്ളിയാണ് എടുത്തത്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മളിപ്പോൾ ആഡ് ചെയ്യാണ്. പിന്നെ ഉപ്പ് അതിനെ ഇട്ടിട്ടാണെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി വഴന്ന് വന്നുകൊണ്ട് നമുക്ക് അതിലേക്ക് പേസ്റ്റ് ഇടാം. ഇപ്പോൾ നമ്മൾ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചതും ആഡ് ചെയ്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാൻ പോവാണ്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്ന ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് പൊടികൾ ചേർക്കാൻ പോവാണ്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവിടെ നമ്മൾ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 2 ഇടുന്നത്, 1 സ്പൂണിന് 2 എന്നുള്ള രീതിയിൽ. ഇനി നമ്മൾ 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. 1.5 സ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പൊടികൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി ആ ഒരു മസാലയുടെ കുത്തണ മണല്ലേ അത് പോയതിന് ശേഷം നമ്മൾ അതിലേക്ക് 4 തക്കാളി ഇടയാണ്. അത് നല്ലോണം വഴന്ന് വരണം. ഒരു കപ്പ് തൈര് ആഡ് ചെയ്യാണ്. നമുക്ക് ഏകദേശം 1.5 കിലോ ഇറച്ചിക്കുള്ള മസാലയൊക്കെ ഉണ്ടാക്കുന്നത്. ഈ മസാല അധികം ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് ഉള്ളിയും തക്കാളിയും എക്സ്ട്രാ എടുക്കാം. അപ്പം നമ്മൾ ഉപ്പ് നോക്കുകയാണ്, മസാലയിൽ ഉപ്പൊക്കെ പാകമാണോ എന്ന്. ഉപ്പൊക്കെ ഓക്കെയാണ്. അപ്പോൾ മസാല നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഏകദേശം 1.5 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാല നല്ലോണം പിടിക്കട്ടെ. ഇനി നമുക്കിത് മൂടി വെച്ച് കഴിഞ്ഞിട്ട് വേവിക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം ചിക്കൻ ആയോ എന്ന് നോക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ മസാലേൻ്റെ. ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന ഒക്കെ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ബാക്കി നമുക്ക്
ചോറിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതാവണ ഗ്യാപ്പിൽ നമുക്ക് വാഴൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് വാഴൻ്റെ എടുക്കാൻ വേണ്ടി വീടിൻ്റെ ബാക്കിലേക്ക് പോവാം. വീടിൻ്റെ ബാക്കിൽ നല്ല കാടാട്ടോ, നല്ല പച്ചപ്പും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ വാഴൻ്റെ എടുക്കുകയാണ്. എത്തുന്നില്ല, എന്തി വലിഞ്ഞെടുക്കുകയാണ്. അമ്മച്ചൻ വെച്ച വാഴയാണ്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. നല്ല ആവിയൊക്കെ വരുന്നത് നല്ല മണം കേട്ടോ. നമുക്ക് ഇളക്കി നോക്കാം ചിക്കൻ വെന്തണോന്ന്. അപ്പോൾ ചിക്കൻ നമ്മൾ ഇല എടുത്ത് വന്നപ്പോഴും ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദമ്മിട്ടാൽ മതി. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കുകയാണ്. എല്ലാം ഓക്കെയാണ് കേട്ടോ. എരിവും മസാലൻ്റെ ടേസ്റ്റൊക്കെ ഓക്കെയാണ്. അപ്പം നമ്മൾ ദമ്മിടാൻ പോവാണ്. അപ്പം നമ്മൾ നേരത്തെ വാഴൻ്റെ എടുക്കാൻ പോയത് ഈ മസാലയും ചോറും വേറെ വേറെ ദമ്മിടുമ്പം മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുവിൽ വാഴയില വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ വാഴയില വെച്ചിട്ടാണെങ്കിൽ മസാലയും ചോറും മിക്സ് ആവില്ല, നമുക്ക് വേറെ വേറെ എടുക്കാം. അപ്പം നമ്മൾ വാഴയില വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ചോറ് വെക്കുക ചെയ്യുന്നത്. നമുക്ക് ഒരു ലെയർ ചോറിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് മല്ലിച്ചപ്പും വറുത്ത് കോരിയ ഉള്ളിയും ഒക്കെ ഓയിലൊക്കെ ഒഴിക്കാം. നമ്മളിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇവിടെ ആർക്കും അണ്ടിപ്പരിപ്പും മുന്തിരിയും ബിരിയാണിയിൽ കിട്ടുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ അത് എടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അതും കൂടി ആഡ് ചെയ്യുക. അപ്പം നമ്മൾ ഇതാ വറുത്ത് കോരിയ ഉള്ളി അതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട്. ഇനി പുതിനയും മല്ലിച്ചപ്പും നമുക്കിടാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഓയിലും നെയ്യും കൂടി ഉള്ളത്, അത് നമുക്ക് ചോറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ ചോറ് ഇട്ടിട്ടും ഇതേപോലെ തന്നെ മല്ലിച്ചപ്പും ഉള്ളി വറുത്തിട്ടും ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ദമ്മിടാം. ആവി വരാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ കുത്തി കൊടുക്കുന്നത്, പെട്ടെന്ന് ആവി കയറാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് തീ കുറയ്ക്കുക. അപ്പോൾ നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഇത്രയും ചൂടിൽ ദമ്മിൻ്റെ ആവശ്യമില്ല, നമുക്ക് കനലിൻ്റെ ചൂട് മാത്രം മതി. കാരണം ഈ ചൂടിൽ കത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചിക്കനൊക്കെ കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. ചൂട് നല്ല വെന്തതാവാനും ചാൻസ് നല്ല കൂടുതലാണ്. അപ്പോൾ നമുക്ക് കനലിൻ്റെ ചൂടിൽ മാത്രം വെന്താൽ മതി. കാരണം ഇപ്പോൾ ചിക്കനായാലും ചോറായാലും 90% ആയതാണ്. 10% മാത്രമേ ഈ കനലിൻ്റെ ചൂടിൽ നമുക്ക് ആയാൽ മതി. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ആ മൂടിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെക്കണം. ഞാൻ അപ്പോൾ അമ്മിക്കുട്ടിയാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ചത് ആ സ്മെല്ലൊക്കെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്മെല്ല് പുറത്തേക്ക് പോയാൽ നമ്മൾ വെച്ച ബിരിയാണിക്ക് ടേസ്റ്റ് കുറയും. അപ്പോൾ ആവിയൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് വെക്കുന്നത്. അപ്പം നമ്മളെ ബിരിയാണി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പൊന്തൊന്നുമില്ല. അപ്പോൾ ഏട്ടനാണ് അത് അടുപ്പത്ത് നിന്ന് എടുത്തിട്ട് മാറ്റി വെക്കുന്നത്. നമ്മുടെ ബിരിയാണി റെഡിയായി. നല്ല ആവി പറക്കുന്ന ബിരിയാണി, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഓഹോ, എന്തായാലും കുറേ ബിരിയാണി കഴിക്കാനുള്ള കൊതിയുണ്ട്. വായിൽ കപ്പലോടുന്നൊക്കെ പറയില്ലേ, അതേപോലെ. ഇനി നമുക്ക് ബിരിയാണി കഴിക്കണ്ടേ. അപ്പോൾ കഴിക്കുന്നതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് പ്ലേറ്റിലേക്ക് ആക്കണം. പ്ലേറ്റിലേക്ക് ആക്കാൻ വേണ്ടി നമ്മളിങ്ങനെ മസാലയൊക്കെ എടുക്കാൻ നോക്കണം കേട്ടോ. അടിയിൽ നിന്ന് മസാല, ചോറ് മാറ്റി കഴിഞ്ഞിട്ട് മസാല അങ്ങനെ എടുത്ത്. അപ്പോൾ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഇനി ചിക്കൻ നമ്മൾ പാത്രത്തിലേക്ക് ആക്കണം. അപ്പം നമ്മളൊരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കല്യാണ വീട്ടിലൊക്കെ നമുക്ക് കപ്പ് കമത്തിയിട്ടല്ലേ ബിരിയാണി കിട്ടുക. അപ്പോൾ അതേമാതിരി ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ചോറിട്ട് അതിൻ്റെ നടുവിൽ നമ്മൾ
ചിക്കനും മസാലയും കൂടി വെച്ച് വീണ്ടും നമ്മൾ ചോറ് വെച്ചിട്ട് കമത്താൻ പോവാണ്. പ്ലേറ്റ് എവിടെ? അതാ പ്ലേറ്റിലേക്ക് നമ്മൾ കമത്താൻ പോവാട്ടോ. കമത്താൻ കഴിയുന്നില്ല, നല്ല ചൂടുണ്ടായിട്ടെ അങ്ങനെ ആക്കാൻ കഴിയുന്നില്ല. അയ്യോ, എന്ത് നോക്കിയിട്ടും എങ്ങനെ നോക്കിയിട്ടും ശരിയാവണില്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, അതെടുത്ത് കഴിഞ്ഞിട്ട് കൈ വെച്ചു. അപ്പോൾ അധികം ചൂടില്ല കേട്ടോ. എന്നിട്ട് അങ്ങനെ വെച്ചു, കമത്തി. ഇപ്പോൾ ഓക്കെ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാൻ? നീ കഴിച്ചാൽ മാത്രം മതി. ഇതിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെയാണ് കൂട്ടുക? ചമ്മന്തിയോ സാലഡോ കൂട്ടും. അപ്പം നമ്മളിവിടെ ചമ്മന്തിയും തൈര് ഉണ്ടാക്കിയിട്ടുണ്ട്. ചമ്മന്തി തേങ്ങ മല്ലിച്ചപ്പ് ചമ്മന്തി, ഉള്ളിയും കട്ടിട്ടുള്ള തൈരും. അപ്പോൾ ഈ ബിരിയാണി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.